എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന വേണം, സ്നേഹം വേണം. എന്റെ ശരീരത്തിൽ ബ്രസ്റ്റിലാണ് ആദ്യം ക്യാൻസർ സ്ഥിരീകരിച്ചത്. എനിക്ക് മുന്നോട്ട് ജീവിക്കണം. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാല് ബ്രസ്റ്റ് ക്യാൻസറും അതുപോലെ അത് ലിംബ് നോഡുകളിലൊക്കെ നമ്മുടെ കക്ഷത്തിലോട്ടും അതുപോലെ ഹാർട്ടിന്റെ മസിലിലോട്ടും അതുപോലെ ലങ്സിലോട്ടും ചെറുതായിട്ട് ഒന്ന് സ്പോട്ട് ആയിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്. അപ്പം നിങ്ങളോർക്കും ഞാൻ എന്താ ഇങ്ങനെ സംസാരിക്കും. സത്യമായിട്ട് ഞാൻ എന്റെ മനസ്സിലെ വേദന ഞാൻ സത്യം പറയട്ടെ. ഞാനത് കരഞ്ഞാ എന്നെ പോലെ കുറെ പേരൊക്കെ ഉണ്ട്, എന്നെ പോലെ വിഷമം അനുഭവിക്കുന്ന ഒരു അസുഖമായിട്ട്. അവർക്ക് ഞാൻ എന്നും എന്നെ ഒരു മാതൃക ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എനിക്ക് അവരോടൊന്നേ പറയാനുള്ളൂ, നമ്മുടെ ശരീരത്തിൽ എന്ത് അസുഖം വന്നാലും നമ്മൾ ഒരിക്കലും അസുഖം വന്ന് നമ്മൾ തളരരുത്. ഇപ്പൊ ഞാൻ നിൽക്കുന്നില്ല, അങ്ങനെ മുന്നോട്ട് പോവാം. പിന്നെ വേദനകളൊക്കെ കാണും. നമ്മളിപ്പോ കീമോ ഒക്കെ തുടങ്ങുമ്പോൾ ഡോക്ടർമാർ തന്നെ നമുക്ക് പറഞ്ഞത് വേണ്ട, നമ്മളൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി, നമുക്ക് ഒരുപാട് വിഷമങ്ങളും വേദനകളും ഒക്കെ വരേണ്ടി വരും. പക്ഷെ അതൊക്കെ നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് തന്നെ പോകണം. അപ്പൊ ഞാൻ നിൽക്കുന്നില്ല അതുപോലെ. സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ടെസ്റ്റ് ചെയ്യുമ്പോഴും എന്താ പറയാ, ആരും അറിയരുത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആരും അറിയാം. കാരണം ഇത് ഞാൻ 15-ാമത്തെ വയസ്സ് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, 15-ാമത്തെ വയസ്സിലാണ് ഞാൻ ഇതിങ്ങനെ ഒരു മുഴ ശ്രദ്ധിച്ചത്. പക്ഷെ അന്നേരം ഒന്നും അതിന് വേദനയില്ലായിരുന്നു, കുഴപ്പമൊന്നും ഇല്ലാതെ ഞാനിങ്ങനെ, നമ്മൾ അന്ന് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ ഒന്നും ശ്രദ്ധിക്കാത്തൊരു പ്രായമാണ് ഞങ്ങൾ. അതുകൊണ്ട് അത് ഓപ്പറേഷൻ ചെയ്യേണ്ടത് കളയണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാനാണ് വീട്ടിലതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു, ആരോടും പറഞ്ഞു. കുഴപ്പമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞ് വിട്ട്. പക്ഷെ അത് ഇത്രയും നാൾ ഇരുന്ന് ഇങ്ങനെ ഒരു ഇതായി, എന്നിട്ടും ബയോപ്സി ചെയ്തിട്ട് ഞാനിത് അറിഞ്ഞിട്ടും ഞാൻ പറഞ്ഞില്ല. എന്നെ സ്നേഹിക്കുന്നവർക്കൊക്കെ വിഷമാണെന്ന് എനിക്കറിയാം. പക്ഷെ നമുക്ക് മുന്നോട്ട് പോയല്ലേ പറ്റത്തുള്ളൂ. അസുഖം നമുക്ക് വരാം. ഞാനിതിന് മുന്നേ ഇത് അറിഞ്ഞിട്ട് പോലും ഞാൻ ഇതൊന്നും എടുത്ത് കളയാനോ ഒന്നും ഒരുങ്ങിയില്ല. എങ്ങനെയും അതറിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പറയാതിരുന്നത് ഇങ്ങനെ അങ്ങ് പോട്ടെ. കാരണം വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ ഷൂട്ടിനൊന്നും വിടത്തില്ല, കർക്കശമാക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ പോയത്. പക്ഷെ ഇപ്പം എല്ലാവരും അറിയേണ്ട സാഹചര്യം വന്നു. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് നേരം ഞാൻ ഇരിക്കുന്നില്ല. എനിക്ക് ബാക്ക് പെയിനും ഈ നെക്കിന് പെയിനും ഒക്കെ ഉണ്ട്. ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം ചോദിച്ചുകൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമന്റ് രേഖപ്പെടുത്തുക.